പാൻറ്റ് കീറിയ പാൻറ്റെന്നോ എന്തോ എനിക്ക് എൻ്റെ പേരറിഞ്ഞുകൂടാ. ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് ഇട്ടു, കൈയില്ലാത്ത ഉടുപ്പിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഷോർട്ട്സ് ഇട്ടു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് 10-16 വയസ്സായി. ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പൂർണ്ണിമ ഇട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പോൾ ഇന്ദ്രന് എതിർപ്പില്ല, ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പില്ല, പിന്നെ ഞാനെന്തോ പറയാനാ. നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ പ്രാർത്ഥനാ ഇന്ദ്രിയത്തിനെ പറ്റി മല്ലിക സുകുമാരൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇത് കേട്ട് കുറെ ആളുകൾ കുരുപൊട്ടി താഴെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ് മല്ലിക സുകുമാരൻ പ്രാർത്ഥനാ ഇന്ദ്രിയത്തിനെ പറ്റി പറയുന്നത്, എന്താണ് നമുക്കതിനുള്ള ഒപ്പീനിയൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം വരൂ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുട്ടിയല്ലേ ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കയ്യില്ലാത്ത ടോപ്പോ ഒക്കെ ഇട്ടതിരിക്കും. അപ്പോൾ കൊച്ചുകുട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു, അവിടെ ചെല്ലുമ്പോൾ എന്താ ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ്, എന്താ ഇങ്ങനെ കയ്യില്ലാത്ത ഇതിങ്ങനെ ചോദിക്കാൻ അവിടെ ഒന്നും ആരുമില്ല. നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളിലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ വേഷവിധാനമൊക്കെ. അപ്പോൾ അവിടുന്ന് കുറേ ഡ്രസ്സ് വാങ്ങിക്കും, ഇടും, അത് വരും. അപ്പോൾ അത് അവിടെ ഇട്ടു, ഇവിടെ ഇട്ടു. ലണ്ടനിൽ പഠിച്ച കുട്ടി ആര്, നമ്മുടെ പ്രാർത്ഥനാ ഇന്ദ്രിയം, അവിടുത്തെ വസ്ത്രധാരണമായിരിക്കുമല്ലോ ഫോളോ ചെയ്യുന്നത് അല്ലേ? അപ്പം അവിടെ വളർന്ന കുട്ടി ഇവിടുത്തെ കേരളത്തിലെ വസ്ത്രധാരണം ഇന്ദ്രത്തിന്റെ മകളാണ്, അതുകൊണ്ട് ആ കേരള തനിമയുള്ള വസ്ത്രധാരണം കൊണ്ടുപോകണമെന്ന് പറയുന്ന കുറെ കമന്റ്സ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് കാണാൻ പറ്റും. ഒരു ആളുടെ വസ്ത്രധാരണം അയാളുടെ സ്വയം ഇഷ്ടമാണ്, എന്തിടണം എന്തിടണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ആരും കൈകടത്തേണ്ട ആവശ്യമില്ല. എന്റെ വസ്ത്രധാരണത്തിൽ വേറെ കൈകടത്തേണ്ട ആവശ്യമില്ല. അൺലെസ് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഉപദ്രവം ആർക്കും ഉണ്ടാകാത്ത വിധം ലണ്ടനിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവിടുത്തെ വസ്ത്രധാരണം ഫോളോ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഇത് കാണുന്ന കുറെ ആളുകൾ കുരുപൊട്ടി കിടന്ന് ചാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതിനൊന്നും മല്ലിക സുകുമാരൻ റെസ്പോണ്ട് ചെയ്യേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവരെ നോക്കി നമ്മൾ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടേതായ മനസ്സിന്റെ സമാധാനം ഉണ്ടാവില്ല. അവര് വസ്ത്രം 1000 പേർക്ക് 1000 വസ്ത്രധാരണമായിരിക്കും ഇഷ്ടം, എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലെ? അപ്പം അയാൾ ജീവിക്കുന്ന സ്ഥലത്തെ അതിനനുയോജ്യമായ ഡ്രസ്സ് ധരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇത്രയും കുരുപൊട്ടാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ വലിയ പുരോഗതിയും അതുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ മനസ്സ് വളരെ സങ്കുചിതമാണ്. നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് പട്ടുപാവാടയും അതും ഇതുമൊക്കെ ഇട്ടുകൊണ്ട് കേരള നാടൻ രീതിയിൽ ശരീരം മൊത്തം കവർ ചെയ്തുകൊണ്ട് നടക്കണമെന്നാണ് ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറച്ചിൽ മാത്രമേ പുരോഗതി ഉള്ളൂ. ഇതിനൊക്കെ ഇന്റർവ്യൂവിൽ റെസ്പോണ്ട് ചെയ്യേണ്ടി വരുന്ന മല്ലിക സുകുമാരന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഒരാൾ അയാളുടെ സ്വയം ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിച്ചു, അത് വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഇതിനെന്തിനാണ് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കേണ്ടതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വന്നു, അതിപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്നത് കൊണ്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനി നമ്മൾ വളരെ മാറേണ്ടിയിരിക്കുന്നു. ഇമാതിരി തോട്ട് പ്രോസസ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും പല വർഷങ്ങൾ കഴിഞ്ഞാലും പറച്ചിലിന് മാത്രമേ ആ പുരോഗതി ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് ഇത് നേരത്തെ ഒരു പ്രാർത്ഥനയുടെ സാരി കൊടുത്ത വീഡിയോ, ഈ കുട്ടിക്ക് എന്ത് സൗന്ദര്യമാണ്, ഇപ്പോഴാണ് യഥാർത്ഥ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന കമന്റ്സ് കാണുന്നില്ല. അപ്പോൾ സാരി ഉടുത്താൽ മാത്രമാണ് ഉള്ളത് സൗന്ദര്യം. അവർക്ക് അവരുടെ നാട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ വസ്ത്രധാരണമാണ് അവർ ചെയ്യാൻ പറ്റുന്നത്. അത് വീഡിയോയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ അവരെന്തോ നാട്ടിൽ നിന്ന് ആ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്ന രീതിയിലാണ് ആളുകളുടെ പ്രതികരണം. അവർ വളരുന്നത് ലണ്ടനിലാണ്, അല്ലെങ്കിൽ അവർ പഠിക്കുന്നത് ലണ്ടനിലാണ്. അവിടുത്തെ വസ്ത്രധാരണമാണ് അവർ ഇടുന്നത്. അല്ലെങ്കിൽ അത് നാട്ടിലിട്ടാൻ എന്താണ് പ്രശ്നം? കാണുന്നവർക്ക് എന്താണ് പ്രശ്നം? ഇങ്ങനെയുള്ളവരാണ് എപ്പോഴും പ്രശ്നക്കാർ. ആരെന്ത് ഡ്രസ്സ് ഇടുന്നതെന്ന് മറ്റുള്ളവർക്ക് തീരുമാനിക്കണം. അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ് പണ്ടത്തെ 80s അല്ലെങ്കിൽ 70s ചിന്താഗതി ഒന്നും ഇപ്പോഴും കൊണ്ടുവരുന്നതിന്റെ കാര്യമില്ല. നമ്മൾ വിചാരിക്കുന്നത് ഈ എല്ലാവരെയും കാണണം, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ, അതൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതും പിടിച്ചോണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് നമ്മൾ പോകത്തില്ല. ഒരാളുടെ സ്വയം ഇഷ്ടമാണ് എന്ത് ധരിക്കണമെന്നുള്ളത്. അതിനകത്ത് ആർക്കും കൈകടത്താൻ പറ്റത്തില്ല. അതിനകത്ത് പോയി നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അൺലെസ് നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ. ഇത് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത സ്ഥിതിക്ക് നമ്മൾ വേറൊരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് കയറി അവരുടെ ഡ്രസ്സ് ശരിയല്ല, അവരുടെ നടത്തം ശരിയല്ല, അവരുടെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പുരോഗതിയാണ് നമ്മൾ കൈവരിക്കുന്നത്? ബാക്കിയാണ് ഇവിടെ ഇട്ടു, ഇവിടെ വരുമ്പോൾ ഇവിടുത്തേതായ സാരി എടുത്തോണ്ട് പ്രാർത്ഥന ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അമ്പലത്തിലുമൊക്കെ പൂജകൾക്കൊക്കെ. അപ്പോൾ അത് കൊടുക്കും, ഇത് കൊടുക്കും, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞതിനോട് ഞാൻ പറയും, ശ്രദ്ധിക്കണം മോളെ, ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ.
എൻ്റെ പ്രായമോ ഒന്നും അവർക്ക് മല്ലിക സുകുമാരൻ നിങ്ങളുടെ കൊച്ചുമോളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് കുറെ കമന്റ്സ് കാണുന്നുണ്ട്. മല്ലിക സുകുമാരൻ ഈസ് ആൻ ഇൻഡിവിജ്വൽ. മല്ലിക സുകുമാരന്റെ കൊച്ചുമോൾ ഈസ് ആൻ ഇൻഡിവിജ്വൽ. അവരോട് പോയി ഇവർക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നിട്ടും പറയുന്നുണ്ടെന്ന് പറയുന്നു ആരോഗ്യമായ ഡ്രസ്സ് ധരിക്കണം. പക്ഷെ അതുപോലും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് അവർ ഇടേണ്ടത്. ഇത് കണ്ടിട്ട് എന്തിനാ ബാക്കിയുള്ളവർ ഈ കുരുപൊട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർ ഇട്ട് കഴിഞ്ഞു. എന്താണ് അവർ ഇഷ്ടമുള്ള ഡ്രസ്സ് അവർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പ്രശ്നം? എന്താണ്? ആരും ഓരോർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്നാണ് എൻ്റെ ആഗ്രഹം. ആരെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജഡ്ജ് ചെയ്ത് നമ്മുടെ ജീവിതം ഇത്രയുള്ള 2020 വരെ കഴിഞ്ഞപ്പോൾ നമ്മൾ 2024 എത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ജീവിച്ചവരൊക്കെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് പറയുമെന്ന് ചിന്തിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയത്. സ്വയമായിട്ട് നമുക്ക് എന്ത് ഇഷ്ടമാണ്, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നുണ്ടോ, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരെ പറ്റി മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന കുറെ ജനറേഷൻ കടന്നുപോയതാണ്. ഇപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുക, അല്ലെ അവരെ പറഞ്ഞ് തിരുത്തുക എന്നൊക്കെയുള്ള രീതിയിലുള്ള മെന്റാലിറ്റി ഇപ്പോഴും ഉണ്ടെങ്കിൽ എന്താണത്? എന്തുയർച്ചയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്? എന്താണ് നമ്മൾ ഇത്രയും കാലം കൊണ്ട് പഠിച്ചത്? എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കൂടുതൽ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകുന്നത്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിക്കാൻ മാത്രമുള്ള കാര്യമല്ല. അതിൽ നിന്ന് പല നല്ല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. വേറൊരാളുടെ വസ്ത്രധാരണത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അൺലെസ് നമുക്കതൊരു പ്രശ്നമാകുന്നെങ്കിൽ മാത്രം, നിങ്ങളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കതില്ലാതെ എന്തെങ്കിലും പറയേണ്ടതുള്ളൂ. വേറെ ആൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഈ മല്ലിക സുകുമാരൻ എന്താണ് അവിടെ കൊച്ചുമോളെ നന്നാക്കാൻ ശ്രമിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു നന്നാക്കേണ്ട രീതിയിൽ ഒരു തെറ്റ് അവർ ചെയ്തിട്ടില്ല. അവരെന്ത് ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ? വേണ്ടാത്ത രീതിയിൽ ചെയ്തോ ഉപദേശിക്കാൻ? ഇവിടെ ഉപദേശിക്കുന്നതിന്റെ ഒരു പിക്ചർ പോലും ഇല്ല, അതിന്റെ ഒരു ആവശ്യവുമില്ല. എന്നിട്ടും കുറെ ആളുകൾ കിടന്ന് മെഴുകുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഇങ്ങനെ, നിങ്ങളുടെ കൊച്ചുമോളെന്താ അങ്ങനെ, ഇന്ദ്രജിത്തിന് ഇതിനകത്തൊന്നും പറയാനില്ലയോ? ഇന്ദ്രജിത്ത് എന്ത് പറയാനാണ്? ഇന്ദ്രജിത്തിന്റെ കാര്യം നോക്കാം. മക്കൾ വലുതാകുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടുന്നതെന്ന് അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു സാമൂഹിക ജീവിതമായിട്ട് പോകണമെന്ന് മാത്രമേ ഇന്ദ്രജിത്തിന് പറയാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്, ആ ഡ്രസ്സ് ഇട്, അതിടാൻ പാടില്ല, ഇതിടാൻ പാടില്ല, ഇതൊക്കെ നമ്മുടെ 90s കിഡ്സ് ആയ തന്നെ നമ്മുടെ കൊച്ചുനാളിൽ നമ്മൾ ഇതൊക്കെ അനുഭവിച്ചതാണ്. ഇതൊക്കെ അനുഭവിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവർ ഇപ്പൊ അവര് വലുതായി ഒരു 30 കഴിഞ്ഞപ്പോൾ അവരും ഇതിനകത്ത് എന്ത് ഡ്രസ്സാണ് അതായത് ഇതാണെന്ന് പറയുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ ഒരു വളർച്ച ഉണ്ടായത്? ലിറ്ററലി ഞാൻ നാളെ ഇവിടെ ഒരു ജീൻസും ഒരു ഷർട്ടും ഇട്ട് നടക്കാതിരിക്കട്ടെ. അല്ല, ഫിസിയോതെറാപ്പി ചെയ്ത ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പൈജാമ പോലെ തയ്ച്ച്. ശരിയാണ്. പക്ഷേ അപ്പം പറയുന്നത് അയ്യോ ഇവരെന്തിങ്ങനെ, ഇവർക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച വരെ ഇത് പറയും. എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ലൂസ് പൈജാമയും ഷർട്ടും ഇട്ട് നടക്കുന്നത് ആരെങ്കിലും അന്വേഷിക്കുമോ? ഇല്ല. നമ്മളുടെ ആളുകൾ ഭയങ്കര ജഡ്ജ്മെന്റലാണ്. ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ പാടും. അതിൽ നിന്ന് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാൾ പെട്ടെന്നൊരു മാറിക്കഴിഞ്ഞു ഇവരെന്താണ് ഇങ്ങനെ, ഇവർക്ക് എന്ത് പറ്റി? ഇപ്പം മല്ലിക സുകുമാരൻ പറഞ്ഞൊരു തോട്ട് പ്രോസസ് ആണ്. ഇതൊക്കെ മാറുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ അതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ ഇതൊക്കെ ഇനി മാറ്റിയെടുക്കാനാണ്? ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും നടക്കണം, അല്ലെ എല്ലാവരും ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. 140 കോടി ജനങ്ങൾ ഒരു രാജ്യമാണ്. അതിൽ കേരളത്തിൽ തന്നെ 3.5 കോടി ആളുകളുണ്ട്. നമ്മള് ഭയങ്കര വലിയ പുരോഗമനവും കാര്യങ്ങളും ഒക്കെ പറയും. നമ്മൾ ബംഗാളികളെ കുറ്റം പറയും. അവർക്കുണ്ടാകുന്ന ഒരു തോട്ട് പ്രോസസ് പോലും നമുക്കില്ല. നമ്മളെല്ലാം തികഞ്ഞവരാണ്. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കത്തില്ല. അവരുടെ പേഴ്സണൽ സ്പേസ് നമ്മൾ കൊടുക്കത്തില്ല. അവരുടെ ജീവിതത്തിൽ നമ്മൾ കൈ കടത്തും. അവർക്ക് എന്ത് ഇടണം, എന്ത് ധരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഉപദേശം കൊടുക്കും. അവർ അഭിപ്രായം പറയും. ഇതിലാണ് നമ്മുടെ താല്പര്യം. അല്ലാതെ സ്വയം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ സന്തോഷമായിട്ടിരിക്കണം, നമ്മുടെ മെന്റൽ സ്പേസ് ഏത് രീതിയിലാണ്, നമ്മൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്, ഇതൊന്നും ചിന്തിക്കാൻ ആർക്കും സമയമില്ല. എല്ലാവർക്കും മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാനാണ് താല്പര്യം. ഇങ്ങനെ ജീവിച്ചു പോകാനാണെങ്കിൽ എന്തിന്? ആൾക്കാരെ ഞാൻ ജനിച്ച കാലം തൊട്ട് കാണുന്നത്, ഞാൻ വിദേശത്തൊന്നും പഠിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല. അങ്ങനെ ഒരു കുട്ടി ചെയ്തു, അതിന് അതിൻ്റെ അച്ഛൻ എന്ത് വേണം, അമ്മ എന്ത് വേണം, അത് അവർ നോക്കട്ടെ. എന്തെങ്കിലും കുറച്ച് അയ്യോ വേണ്ട മോളെ എന്നുണ്ടെങ്കിൽ അത് പറയും, അവർ പറയും. ഒബ്വിയസ്ലി ഇപ്പം ഇന്ദ്രജിത്തായാലും ഇന്ദ്രജിത്തിന്റെ വയസ്സായാലും അവരുടെ മക്കൾ നശിച്ചു പോകണമെന്ന് ഒരിക്കലും വിചാരിക്കത്തില്ല. അവർക്ക് എന്ത് തെറ്റെന്ന് തോന്നുന്നിടത്ത് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. അവരൊരു
ടോൺ ജീൻസ് ഇട്ടെന്ന് പറഞ്ഞാൽ അത് മാറ്റണമെന്ന് പറയേണ്ട ആവശ്യമില്ല. അവർക്കില്ലാത്ത ഇതാണ് ബാക്കി കാണുന്നവർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക്. ആ പ്രാർത്ഥന ഇൻചാർജിനെ നന്നാക്കിയിട്ട് അവർക്ക് എന്തോ വലിയൊരു കാര്യം സാധിക്കാനുണ്ട്. എന്നാലേ അവർക്ക് മനസമാധാനം കിട്ടുള്ളൂ. കാണുന്നവർക്ക് പ്രാർത്ഥന ഇൻചാർജ് നല്ല രീതിയിൽ നടക്കണമെന്നാണ് ഈ കാണുന്നവരുടെയൊക്കെ ആഗ്രഹം. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ എന്ത് സ്നേഹമാണ് നമ്മൾ നന്നായി കാണാൻ അവർക്ക് എന്ത് താല്പര്യമാണ്. അല്ലാതെ അവർ നല്ലൊരു വീട് വാങ്ങിക്കുക, കാറ് വാങ്ങിക്കുന്നത് നമുക്കൊരു അസൂയയില്ല. നമ്മൾ ഭയങ്കര അവർ നന്നായി കാണുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മൾ. അതുകൊണ്ട് പ്രാർത്ഥന ഇന്ദ്രജിത്ത് നല്ല രീതിയിൽ നടക്കണമെന്ന് എല്ലാ കാണുന്നവർക്കൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഇന്ദ്രജിത്തിനും വൈഫിനും ഇല്ലാത്ത ഒരു താല്പര്യമാണ്, അല്ലെ പൂർണിമ ഇന്ദ്രജിത്തിനും ഇല്ലാത്ത ഒരു താല്പര്യമാണ് ഈ കാണുന്ന ആളുകൾ. ഇതിനൊക്കെ എന്താ ഇപ്പം പറയണ്ടേ? പൊട്ടക്കോത്തി കിടക്കുന്ന തവളയുടെ രീതിയിൽ അല്ലെങ്കിൽ ഫ്രോവിന്റെ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കാണുന്നത് മാത്രമാണ് ശരി, നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരി, നമ്മൾ ചെയ്യുന്ന പോലെ മറ്റുള്ളവർ ചെയ്തില്ലെങ്കിൽ അതൊക്കെ തെറ്റാണെന്നുള്ള ചിന്തിച്ച് പോകുന്ന സമൂഹമാണ് ഇനി മുമ്പോട്ട് പോകുന്നത്. വേറെ ഒന്നും പറയാനില്ല. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ലോകമാണ്. അവിടെ വിമർശിക്കാനും സ്നേഹം ചൊരിയാനും വായി പുകഴാനും ഒക്കെ ഭയങ്കര ആളുകളാണ്. പക്ഷെ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഇവരെയൊക്കെ കണ്ടുകൊണ്ട് അവരുടെ രീതിയൊന്നും അല്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഇതിൽ തോന്നുന്നു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നത്. ഗുഡ് ബൈ.